പ്രധാനമന്ത്രി നെതന്യാഹു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ദീർഘമായ ഒരു ചർച്ച നടത്തിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചാണ് പ്രധാനമായും ഈ ചർച്ചയിൽ വിഷയങ്ങൾ ഉയർന്നു വന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം. ഇറാൻ ന്യൂക്ലിയർ ആറ്റം ബോംബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം റഷ്യയ്ക്കും അറിവുള്ളതാണ്. 2015 റഷ്യ ഈ ഡിസാർമമെന്റുമായിട്ട് ഇവരുടെ ഈ ന്യൂക്ലിയർ ഫ്യൂവൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ റഷ്യയും ഉണ്ടായിരുന്നു. അന്ന് എൻറിച്ച്ഡ് യുറേനിയം റഷ്യയിലേക്കാണ് മാറ്റിയത്. അപ്പം അത്തരം വിഷയങ്ങളിലൊക്കെ പങ്കുള്ള റഷ്യയുമായി നെതന്യാഹു ഇപ്പോൾ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് റഷ്യയും ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആവുന്നതിൽ റഷ്യയ്ക്കും താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇസ്രായേലിന്റെ 12-ഡേ വാറിൽ ഈ ജൂണിൽ അവസാനിച്ച 12-ഡേ വാറിൽ റഷ്യ ഒരിക്കൽ പോലും ആ വാറ് നിർത്തണമെന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന് ഇറാന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് മറ്റു രാജ്യങ്ങൾക്ക് എന്നതുപോലെ റഷ്യയ്ക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം ഒരു മത റെജിമിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ വന്നു കഴിഞ്ഞാൽ അവരെപ്പോൾ ആരുടെ നേരെ തിരിയുമെന്ന് പറയാൻ പറ്റില്ല. നാളെ ഇപ്പോൾ റഷ്യ ആണ് പിശാച് എന്ന് അവർക്ക് തോന്നിയാൽ നാളെ റഷ്യയുടെ തലയിൽ കൊണ്ടിടും. ഇന്നിപ്പോൾ അവർക്ക് ഇസ്രായേലാണ് പിശാച്, അതുകൊണ്ട് അവർ ഇസ്രായേലിന്റെ തലയിൽ കൊണ്ടിടണമെന്ന് വിചാരിക്കുന്നു. അമേരിക്കയാണ് പിശാച് എന്ന് അവർ വിചാരിക്കുന്നത്, അതുകൊണ്ട് അമേരിക്കയുടെ തലയിൽ ഇടണമെന്ന് വിചാരിക്കുന്നു. നാളെ അവരുടെ പിശാചായിട്ട് മാറുന്ന ഒരുപക്ഷെ റഷ്യ ആയിരിക്കാം, ചൈന ആയിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കാം. അപ്പം അവർക്ക് ആരാണോ ശത്രുവെന്ന് തോന്നുന്നു അവരുടെ നേരെ അവരെ ഇത് പ്രയോഗിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇറാനെ പോലത്തെ ഉത്തരവാദിത്തരഹിതമായ ഒരു രാജ്യത്തിന് ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് ആർക്കും താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ആ വിഷയത്തിന് പുറമെ റഷ്യ പ്രധാനമായും ഉന്നയിച്ച വിഷയം സിറിയൻ ഇഷ്യൂ ആണ്. സിറിയയിൽ 2015 മുതൽ റഷ്യ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഒന്നൊന്നായിട്ട് കുറഞ്ഞു വരികയാണ്. ഇതിനകത്തൊക്കെ ഒരു കോൾഡ് വാറിന്റെ ചെറിയൊരു മണം നമുക്ക് കാണാം. കാരണം കോൾഡ് വാർ പീരീഡ് കഴിഞ്ഞ് റഷ്യ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് റഷ്യയുടെ ശക്തി വല്ലാതെ ക്ഷയിച്ചു കഴിയുമ്പോഴും റഷ്യ കഴിയുന്നത്ര ശക്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ലിബിയയിൽ ഗദ്ദാഫിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന റഷ്യയാണ്. അപ്പോൾ വെസ്റ്റേൺ പവറുകളുടെയും അറബ് നേഷൻസിന്റെയും സപ്പോർട്ടോടുകൂടി ഗദ്ദാഫിനെ അവിടെ ടോപ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പം റഷ്യക്ക് അവിടെയുള്ള പിടിപോയി, ഇറാഖിലുള്ള പിടിപോയി. ഇറാനിലാണ് പിന്നീട് റഷ്യ പിടി മെയിൻറ്റെയിൻ ചെയ്തത്. അതുപോലെ തന്നെ സിറിയയിലായിരുന്നു ഏറ്റവും ഫ്രീ ആക്സസ് ഉണ്ടായിരുന്നത്. കാരണം 2005 കാലഘട്ടം മുതൽ സിറിയയിൽ വലിയ റിബൽ മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ബാത്തിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് അൽ അസാദ് അവിടെ സിറിയ ഭരിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ആന്റി ഗവൺമെന്റ് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കാം. ഈ ആന്റി ഗവൺമെന്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രധാനമായും വെസ്റ്റേൺ ഫോഴ്സസ്, അമേരിക്ക തന്നെയാണ്. യൂറോപ്യൻ ഫോഴ്സുകളും സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ടർക്കി അവരുടെ പുറകിലുണ്ടായിരുന്നു, അറബ് നേഷൻസ് അവരുടെ പുറകിലുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ശക്തികളുടെ സഹായത്തോടു കൂടി അൽ അസാദിന് നേരെ വലിയ റിബലിയൻ ആ രാജ്യത്ത് സംഘടിപ്പിക്കപ്പെടുകയും അൽ അസാദ് പിടിച്ചു നിന്നത് ഇറാന്റെ സഹായത്തോടുകൂടിയാണ്. ഇറാന്റെ ഹിസ്ബുള്ള പോലത്തെ ഇറാന്റെ കൈകളും ഉപയോഗിച്ചാണ് അൽ അസാദ് പിടിച്ചു തന്നത്. അപ്പം ഈ അൽ അസാദിനും ഇറാന്റെ കൈകൾക്കും ഇറാനും ഒന്നും പിടിച്ചു നിർത്താനാവാത്ത ഒരു സാഹചര്യം വന്നപ്പം ഇവര് റഷ്യയുടെ സഹായം തേടുകയാണ് ചെയ്തത്. അതിനുവേണ്ടി 2015 ഖാസിം സലൈമാനി എന്ന് പറയുന്ന ഇറാന്റെ സുപ്രീം കമാൻഡർ, ഖമനേയിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഖാസിം സലൈമാനി. 2020 അമേരിക്ക അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞതിന്റെ പേരിലാണ് അമേരിക്കയോട് അവർക്കുള്ള ഏറ്റവും വലിയ വിരോധം. അപ്പോൾ ഈ ഖാസിം സലൈമാനി നേരിട്ട് റഷ്യയിൽ പോയി പുടിനെ കാണുകയും ഈ റഷ്യൻ വിഷയത്തിൽ ഇടപെടണമെന്ന് പറയുകയും അത് അവരൊരു കരാറാക്കുകയും അങ്ങനെ റഷ്യ ഈ സിറിയൻ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ പറഞ്ഞ ടർക്കിഷ് ബാക്ക്ഡ് ആയിട്ടുള്ള, വെസ്റ്റേൺ ബാക്ക്ഡ് ആയിട്ടുള്ള, അറബ് ബാക്ക്ഡ് ആയിട്ടുള്ള ഈ ആന്റി ഗവൺമെന്റ് ഫോഴ്സുകളെ അവരാണ് പിടിച്ചു നിർത്തിയത്. അപ്പൊ അങ്ങനെ തടഞ്ഞു നിർത്തിയിരുന്ന, കൂടാതെ റഷ്യക്ക് അവിടെ വലിയൊരു താല്പര്യമുണ്ട്. അവിടെ താർത്തൂസ് എന്ന് പറയുന്ന നേവൽ ബേസ് ഉണ്ട്. സിറിയയുടെ നോർത്ത് വെസ്റ്റ് വരുന്ന അവിടെ മെഡിറ്ററേനിയനിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് താർത്തൂസ് എന്ന് പറയുന്ന നേവൽ ബേസ് സിറിയയുടേതാണ്. താർത്തൂസ് എന്ന് പറയുന്ന പട്ടണം നമുക്കറിയാം, സിറിയൻ പട്ടണമാണ്. അത് റഷ്യ ലീസിനെടുത്തിട്ടുള്ളതാണ്. അത് റഷ്യയുടെ നേവൽ ബേസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നേവൽ ബേസ് ആണ്. കാരണം റഷ്യക്ക് മെഡിറ്ററേനിയനിലേക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നത് ഈ ഒരു നേവൽ ബേസിൽ മാത്രമാണ്. നേരെ മറിച്ച് ഈ നേവൽ ബേസിൽ നിന്ന് നേരെ മെഡിറ്ററേനിയനിൽ കിടക്കാം. മെഡിറ്ററേനിയനിൽ നിന്ന് വേണമെങ്കിൽ ജിബ്രാൾട്ടർ കടലിലേക്ക് വഴി അറ്റ്ലാന്റിക്കിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിലേക്ക് വരാം, സുയസ് കനാൽ വഴി ഇന്ത്യൻ ഓഷനിലേക്ക് കിടക്കാം. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പോർട്ടാണ് താർത്തൂസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ കടലുകളിലൊക്കെ അറ്റ്ലാന്റിക്കിലേക്കാവട്ടെ, ഇന്ത്യൻ ഓഷനിലേക്കാവട്ടെ, മെഡിറ്ററേനിയനിലേക്കാവട്ടെ റഷ്യക്ക് പ്രവേശിക്കണമെങ്കിൽ ബ്ലാക്ക് സീയിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ.
ബ്ലാക്ക് സീ മാത്രമാണ് റഷ്യയുമായിട്ട് മുട്ടിക്കിടക്കുന്ന കടൽ. അപ്പൊ ആ കടലിൽ നിന്ന് മാത്രമാണ് ഈ സീകളിലേക്കൊക്കെ റഷ്യക്ക് ആക്സസ് കിട്ടുന്നത്. നേരെ മറിച്ച് താർത്തൂസ് എന്ന് പറയുന്ന ഈ പോർട്ട് ഇത് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. റഷ്യക്ക് പുറം ലോകത്തേക്ക് എത്രയും വേഗം നേവൽ ഫോഴ്സിന് എത്തിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ പോർട്ട് സിറിയയിലാണ് നിൽക്കുന്നത്. അപ്പൊ റഷ്യക്ക് അവിടെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഇപ്പോ ഈ 2015 മുതൽ റഷ്യ സംരക്ഷിച്ചു വന്ന അൽ അസാദിനെ ഒറ്റ മാസത്തെ കളി കൊണ്ട് മൊസാദ് എറിഞ്ഞതായിട്ടു. അപ്പൊ അങ്ങനെ മൊസാദ് എറിഞ്ഞതായിട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭരണകൂടം വരികയും അത് മൊസാദിന്റെ ഭരണകൂടമൊന്നുമല്ല, ആ പറയുന്ന ഇപ്പോഴിരിക്കുന്ന പ്രസിഡന്റിന്റെ ആ ഒരു പ്രസ്ഥാനത്തെ മൊസാദ് അവരുടെ സൗകര്യം നോക്കി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആവശ്യം നോക്കി സഹായിച്ചു എന്ന് മാത്രം ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇപ്പോഴിരിക്കുന്ന ഗവൺമെന്റിനെ ഇസ്രായേൽ വിശ്വസിക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് അതെന്ന് പറയാനും നിവൃത്തിയില്ല. അപ്പൊ ഇപ്പോൾ നിൽക്കുന്ന ഈ ഗവൺമെന്റിന്റെ സ്ഥലത്ത് ഇസ്രായേൽ സിറിയയിൽ കയറി അവർ ഇഷ്ടം പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചർച്ചയിൽ പുടിൻ വെച്ച ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് സിറിയയെ ഡിവൈഡ് ചെയ്യരുത് എന്നുള്ളതാണ്. സിറിയയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുമെന്നൊരു ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഭരണകൂടത്തിന്റെ ഒരു ഭാഗം, ഇസ്രായേലിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗം, പിന്നെ അതിന്റെ വടക്ക് കിഴക്കായിട്ട് വരുന്ന ഭാഗം, അത് ദറ്റ് ഈസ് ഫോർ അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ്. അതാണ് സിറിയ ഏറ്റവും റിച്ചസ്റ്റ് പാർട്ട് എന്നുള്ളത്. ഓയിൽ റിച്ച്, മിനറൽ റിച്ച് ഒക്കെ ആയിട്ടുള്ള റീജിയൻ ആണ്. അവിടെ കുർദുകളുടെ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയാണ്. അപ്പൊ കുർദുകളെ ഉപയോഗിച്ചുകൊണ്ട് US ഫോഴ്സ് അമേരിക്ക അവിടെ വലിയ ഒരു പ്രദേശം ഈ കുർദുകളുടെ അധീനതയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ 3ആയിട്ട് വിഭജിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഡിസ്കഷനിലെ പ്രധാനമായിട്ടുള്ള വിഷയം, ഒരു പ്രധാന വിഷയം ഈ സിറിയയെ ഡിവൈഡ് ചെയ്യരുത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ റഷ്യക്ക് സിറിയയിൽ പ്രത്യേകിച്ച് യാതൊരു സ്വാധീനമില്ല. അത് പൂർണ്ണമായിട്ടും വെസ്റ്റേൺ ഫോഴ്സുകളുടെ കയ്യിലകപ്പെട്ടു പോയി, അറബ് ഫോഴ്സുകളുടെ കയ്യിലകപ്പെട്ടു പോയി. ആരൊക്കെയാണോ സിറിയയെ നേരത്തെ നിയന്ത്രിച്ചിരുന്നത്, ടർക്കിയുടെ താല്പര്യം പോലും അതിനകത്ത് കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അതിനാണ് ടർക്കി ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിന്റെ വഴക്കുണ്ടാക്കുന്നത്. കാരണം ടർക്കിയുടെ ഇൻഫ്ലുവൻസ് വലിയ തോതിൽ സിറിയൻ റിബൽ ഫോഴ്സുകളുടെ മേലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കീഴിലേക്ക് വന്നതോടുകൂടി ടർക്കിക്ക് അതിന്റെ മേലുള്ള ഇൻഫ്ലുവൻസ് കുറഞ്ഞുപോയി. കാര്യം ടർക്കി നാറ്റോയിലെ അംഗമൊക്കെയാണ്. എങ്കിൽ പോലും ടർക്കി ഒരു എല്ലാ തോണിയിലും കാല് വെച്ച് കളിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് സിറിയയിൽ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ കുർദുകളുടെ റിബലിയൻ ഏറ്റവും പ്രധാനമായിട്ടും അതിന്റെ കയ്പനുഭവിക്കേണ്ടി വരുന്നത് എർദോഗനാണ്. കാരണം കുർദുകളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ടർക്കിയാണ്. അപ്പൊ ഈ കുർദുകളെ ഇടയ്ക്കിടയ്ക്ക് അവിടെ റിബൽ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ട് സിറിയയിലേക്ക് രക്ഷപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ സിറിയക്ക് ചിലപ്പം ഈ കുർദുകളുടെ സിറിയൻ ഏരിയയിലേക്ക് കടന്ന് ആക്രമിക്കേണ്ടി വരാറുണ്ട്. US ഫോഴ്സിന്റെ സഹായത്തോടെ തന്നെ ഈ കുർദുകൾ തിരിച്ച് എർദോഗനെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് റഷ്യക്ക് ഈ സിറിയ എന്ന് പറയുന്നതിനകത്ത് താല്പര്യങ്ങളുണ്ട്, പക്ഷെ അവർക്ക് സംരക്ഷിക്കാനാവുന്നില്ല. അപ്പൊ ഈ റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ ഓരോ ദിവസവും കട്ട് ചെയ്ത് പോവാണ്. സിറിയ അവർക്ക് അവരുടെ മാത്രം സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന, ഇറാനെ കൊണ്ടാവാത്തത് കൊണ്ടാണല്ലോ അവരെ വിളിച്ചത്, അവരുടെ മാത്രം സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഈ സിറിയ അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്നുള്ളത് പുട്ടിന് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ആ പടരി ഇറാനാണ്. ഇറാനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇറാനെ ഒരു തരത്തിലും വിശ്വസിക്കാനാവില്ല. ഇറാൻ എപ്പോഴും ഏത് ഭാഗത്തേക്കും ചായാവുന്ന ഒരു രാജ്യമാണ്. പക്ഷം പിടിക്കുന്നതല്ല. അവര് ഒറ്റയ്ക്ക് നിൽക്കണമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകണമെന്നും റഷ്യയെയും അമേരിക്കയെയും ഇസ്രായേലിനും ഒക്കെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റെജിമാണത്. അതുകൊണ്ട് അവരൊരിക്കലും ഒരു സ്ലൈവറി പണി ചെയ്യില്ല. അവരെ കൊണ്ട് റഷ്യ ഉദ്ദേശിക്കുന്ന ഒരു താല്പര്യം അവർക്ക് സംരക്ഷിച്ചെടുക്കാനാവില്ല. പിന്നീട് ഒരു കൊറിയയാണ്. കൊറിയയും ഇതേപോലെ തന്നെ ഇതിനേക്കാൾ ഖമനയെ കഴിഞ്ഞും വലിയ അഹങ്കാരിയാണ് കൊറിയയിലിരിക്കുന്നത്. അതുകൊണ്ട് പുട്ടിന്റെ കളികൾ അവിടെയും നടക്കില്ല. അപ്പം റഷ്യക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അതിനിടയിലൂടെ ഇന്നലെ ഖമനയി ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. അത് അവരുടെ പട്ടാള നേതാക്കന്മാരും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളും ഒക്കെ മരിച്ചതിന്റെ 40ാം ഓർമ്മ ദിനമായിരുന്നു ഇന്നലെ. ആ ഓർമ്മ ദിനത്തിൽ ഇദ്ദേഹം ഒരു ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതായും വളരെ ഒരു പ്രസംഗം നടത്തിയതായും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും അവകാശപ്പെടുന്നത് ഈ ഇറാന്റെ വളർച്ച കണ്ട് അസൂയ പൂണ്ടിട്ടാണ് ഈ വെസ്റ്റേൺ ഫോഴ്സുകളും ഇസ്രായേലും അദ്ദേഹത്തെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നത് അദ്ദേഹം പറയുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും പവിത്രമായ മതം ഉള്ള ഈ രാജ്യം, ആ രാജ്യത്തിലെ ഹൈഡ്രഡ് ടു ഇസ്ലാമിനോടുള്ള ഇവരുടെ വലിയ വിരോധമാണ്. ഈ പവിത്രമായ മതത്തോടുള്ള ഇവരുടെ വിരോധമാണ് വാസ്തവത്തിൽ ഇറാനെ ആക്രമിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ഇറാൻ ന്യൂക്ലിയർ പവർ ആവാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽ ഉള്ളതോ ഒന്നുമല്ല. നമ്മളുടെ പവിത്രമായ മതത്തോടുള്ള ഇവരുടെ അരിശം, കൂടാതെ ഇറാന്റെ അതിഭീകരമായ അറിവിനോടുള്ള വിരോധം, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവര് ഇറാനെ ആക്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്.
അപ്പൊ അദ്ദേഹം പറഞ്ഞത് കൂടാതെ ഈ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ നിശ്ചയമായിട്ടും തിരിച്ചാക്രമിക്കുമെന്ന അവർ സ്ഥിരം പറയുന്ന ഒരു കാര്യവും കൂടി ഇന്നലെ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനിടയിലൊക്കെ ഇറാനിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നലെ 7 സ്ഥലങ്ങളിലെങ്കിലും ആളുകൾ മരിച്ച ഏറ്റുമുട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ഇറാന്റെ വിവിധ ഭാഗങ്ങൾ ദ എൻറ്റയർ കൺട്രിയിൽ സംഭവിക്കുന്നുണ്ട്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് തീ പിടിക്കുന്നുണ്ട്, റിഫൈനറീസ് ആക്രമിക്കപ്പെടുന്നുണ്ട്, ഫാക്ടറികളിൽ എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. ഇന്നലെ ബലൂചിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ച ആളുകളെ ചെറുക്കുന്നതിനിടയിലൂടെ ഏറ്റവും ചുരുങ്ങിയത് 20 ആളുകളെങ്കിലും 16 പട്ടാളക്കാരും 4 സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇറാഖിലെ കുർദിഷ് റീജിയണിൽ നിന്ന് ഇറാനിലേക്ക്, ഇത് രണ്ടും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഈ കിഴക്ക് ഭാഗത്ത് കിടക്കുന്നതാണ്, മറ്റത് അങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നതാണ്. ഇറാഖിന്റെ റീജിയൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള റീജിയനിൽ നിന്ന് ഇറാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഫോഴ്സിനെ തടയുന്നതിനിടയിൽ ഇറാന്റെ ഒരു കമാൻഡറും ഏറ്റവും ചുരുങ്ങിയത് 3 പട്ടാളക്കാരും ഇറാന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ടെഹ്റാനിലെ ഒരു കോർട്ടിൽ ഇതിന് എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. എത്രയാണ് മരണസംഖ്യ എന്നറിയില്ല, ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ട് ഇറാനിലെ ഇന്റേണൽ പ്രോബ്ലംസ് നടക്കുന്നു. ഇതൊക്കെ തീർത്തും പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് വിശദീകരണം ഇല്ല എന്നാണ് ടെഹ്റാൻ പറയുന്നത്. പക്ഷേ അവർക്ക് തന്നെ സംശയമുണ്ട്, ഇത് ആരെങ്കിലും മനഃപൂർവ്വം ഓർഗനൈസ് ചെയ്ത് നടത്തുന്നതാണോ എന്നുള്ള സംശയം ഇറാനിലുണ്ട്. ഇവരിപ്പം ഔദ്യോഗിക എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, ഇറാനിൽ തന്നെയുള്ള വിവിധ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്ന ആക്രമണ പരിപാടികളാണ് ഇത് എന്നാണ് ഇവരുടെ ഔദ്യോഗിക എക്സ്പ്ലനേഷൻ പുറത്തു വന്നിട്ടുള്ളത്.